ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് LPUP സീരീസിലെ ആദ്യത്തെ ക്ലാസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് വാതക നിയമം ആൻഡ് മോൾ സങ്കല്പം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മുടെ കെമിസ്ട്രിയിൽ ഒരു ടോപ്പിക്ക് വാതക നിയമം ഇട്ടിട്ടുണ്ട്. ഈ വാതക നിയമത്തിൽ നിയമങ്ങളും പിന്നെ എന്ത് ചെയ്യണം, മോൾ സങ്കല്പവും നിങ്ങൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് പഠിക്കണം. അപ്പം എന്താണ് വാതക നിയമം? ഓക്കെ, എന്താണ് വാതകങ്ങൾ? അതിന് എന്താണ് ദ്രവ്യം? പറ, എന്താ ദ്രവ്യം? എൻ്റെ ക്വസ്റ്റ്യൻ. എൻ്റെ കയ്യിരിക്കുന്ന പേന ദ്രവ്യമാണോ അല്ലയോ? ആണ്. കാരണം എന്താ? ഈ പേനയ്ക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലവും മാസും ഉണ്ട്. അങ്ങനെ എനിത്തിങ് വിച്ച് ഒക്കുപ്പൈങ് സ്പേസ് ആൻഡ് മാസ് ഈസ് നോൺ ആസ് മാറ്റർ. സ്ഥിതി ചെയ്യാൻ സ്ഥലവും മാസുമുള്ള ഏതൊരു സാധനവും എന്താണ്? ദ്രവ്യമാണ്. അല്ലേ? ഞാൻ ദ്രവ്യമാണ്. എൻ്റെ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും എന്താണ്? ദ്രവ്യമാണ്. എൻ്റെ ഇരിക്കുന്ന മൗസ് ദ്രവ്യമാണ്, ഫോൺ ദ്രവ്യമാണ്, അല്ലേ? ഹൈഡ്രജൻ, ഓക്സിജൻ, ഇതൊക്കെ ദ്രവ്യമാണ്. സ്ഥിതിയാ സ്ഥലവും മാസമുള്ള ഏതൊരു സാധനം എന്താണ്? ദ്രവ്യമാണ്. ദ്രവ്യത്തിൽ ഒരുപാട് അവസ്ഥകളുണ്ട്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, അങ്ങനെ അങ്ങോട്ട് പോകും. എന്നാൽ നമ്മുടെ ഭൂമിയിൽ പ്രധാനമായി കാണപ്പെടുന്ന 3 അവസ്ഥകളാണ്. അതൊക്കെ ഖരം, ദ്രാവകം, വാതകം. മനസ്സിലായോ? നോക്കുക, നിങ്ങൾ നോക്കിയേ. ഞാൻ 3 എണ്ണത്തിന്റെ പിക്ചർ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. 1 ഖരം, 2 ദ്രാവകം, 3 വാതകം. 1 ഖരം, 2 ദ്രാവകം, 3 വാതകം. ഓക്കെ അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ മക്കളെ, എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയേ. ഈ ഖരം തന്മാത്രകൾ എന്താണ് മക്കളെ? പറ, വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. നോക്കി, അടുത്തടുത്ത ക്ലോസ്ലി പാക്കഡ, കെട്ടിപ്പിടിച്ചിരിക്കുക. തന്മാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചിരിക്കുക, വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ദ്രാവകം നോക്കുക, ഇതിനെ അപേക്ഷിച്ച് കുറച്ച് അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ വാതകമോ അങ്ങ് അകലത്തിലാണ്. ഒരെണ്ണം ഇവിടാണ്, ഒന്ന് അമേരിക്ക, മറ്റേത് ലണ്ടൻ, അങ്ങ് ദൂരെയാ. മനസ്സിലായോ? അത്രയും അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണോ? പറഞ്ഞോ മക്കളെ. തന്മാത്രമുള്ള അകലം വളരെ കൂടുതലാണ്. എന്തിന്? നമുക്കറിയാം. തന്മാത്രമുള്ള അകലം വാതകങ്ങളുടെ പ്രത്യേകതയാണ് ഞാൻ പറയാൻ പോകുന്നത്. തന്മാത്രകളുടെ അകലം, ഇത് ഖരം, ഇത് ദ്രാവകം, ഇത് വാതകം. വാതക തന്മാത്രകൾ തമ്മിൽ അകലം എന്താണ്? പറ, വളരെ കൂടുതലാണ്. കണ്ടോ, അകലം വളരെ കൂടുതലാണ്. തന്മാത്ര നമ്മൾ ആകർഷണ ബലം എന്താ മക്കളെ? ആകർഷണ ബലം. അകലം കൂടുതലായതുകൊണ്ട് തന്നെ അവന്മാരുടെ ആകർഷണ ബലം, അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണ്? കുറവാണ്. അകലം കൂടുതലാണ്, ആകർഷണ ബലം കുറവാണ്. കാരണം ഒരു മോളിക്യൂൾസ് ഇവിടെ നിൽക്കുക. അതുകൊണ്ട് അവന്മാരെ നമ്മൾ ആകർഷണ ബലം എന്താണ്? കുറവാണ്. എന്നാൽ മറ്റവന്മാർ അങ്ങനെയല്ല, അടുത്ത് നിൽക്കുക. അതുകൊണ്ട് തന്നെ ആകർഷണ ബലം വളരെ കൂടുതലാണ്. കാരണം ഖരതന്മാത്രകൾക്ക് ആകർഷണ ബലം വളരെ കൂടുതൽ. വാതകത്തിൽ അങ്ങ് അകലത്തിലാണ്, ആകർഷണ ബലം വളരെ കുറവ്. സെറ്റാണല്ലോ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി പറ, തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം. വാതകങ്ങൾ നമുക്കറിയാം, ഒന്നിവിടെ, ഒന്ന് ഇന്ത്യയിൽ, ഒന്ന് അമേരിക്കയിൽ, ഒന്ന് ലണ്ടനിൽ. മനസ്സിലായോ? നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. എന്താ? ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. അപ്പൊ തന്മാത്രയുടെ ഊർജം എന്ന് ഉദ്ദേശിച്ചത് ഗതികോർജമാണ്. ഗതികോർജം, സഞ്ചരിക്കാൻ വേണ്ട ഊർജമാണ് ഗതികോർജം. സഞ്ചരിക്കാൻ വേണ്ട ഊർജമാണ് ഗതികോർജം. നമുക്കറിയാം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ ഉള്ള ഊർജമാണ് ഗതികോർജം. അപ്പം കാരണം എങ്ങോട്ട് വേണമെങ്കിലും വാതക തന്മാത്രകൾ സഞ്ചരിക്കാനുള്ള കഴിവില്ലേ? അതുകൊണ്ട് തന്നെ ഗതികോർജം കൂടുതലാണ്. ക്ലിയർ? മനസ്സിലായല്ലോ? അപ്പം പഠിച്ചോ. നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്ന വാതകങ്ങളെ കുറിച്ചാണ്. പഠിച്ചു വെച്ചോളാം. വാതകങ്ങളുടെ പൊതു സ്വഭാവത്തെക്കുറിച്ച് ഒരുപാട് സയന്റിസ്റ്റുമാരൊക്കെ എന്ത് ചെയ്തു? അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ പരീക്ഷണങ്ങൾ നടത്തി. എന്നാൽ പ്രധാനപ്പെട്ട 2 സയന്റിസ്റ്റുമാരാണ്. ഒന്നാമത്തെയാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. എന്താണ്? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലും ബോൾട്സ്മാനും. ആരൊക്കെയാ? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലും ബോൾട്സ്മാൻ, ലുഡ്വിഗ് ബോൾട്സ്മാൻ. ഈ 2 സയന്റിസ്റ്റുമാരാണ് ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. ആ സിദ്ധാന്തത്തെ അറിയപ്പെടുന്ന പേരാണ് ഗതിക തന്മാത്രത്തിന്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ കൈനറ്റിക് മോളിക്കുലർ തിയറി എന്ന് പറയും. കൈനറ്റിക് മോളിക്കുലർ തിയറി അല്ലെങ്കിൽ ഗതിക തന്മാത്ര സിദ്ധാന്തം.
ഗതിക തന്മാത്ര സിദ്ധാന്തം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഗതിക തന്മാത്ര സിദ്ധാന്തം കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ആരെന്ന് ചോദിച്ചാൽ ഒരേ പൊളിക്ക് പറയാം, അതാരാണ്? രണ്ടുപേരാണ്, മാക്സ്വെല്ലും ബോൾട്സ്മാനുമാണ്. ക്ലിയർ? ആ സിദ്ധാന്തം ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞിട്ട് ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും ക്ലാസ് അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ? എന്താണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസ് അല്ലെങ്കിൽ ഗതിക തന്മാത്ര സിദ്ധാന്തത്തിൽ ബോൾട്സ്മാനും മാക്സ്വെല്ലും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഒന്നാമത്തെയാണ് വാതകങ്ങൾ സൂക്ഷ്മ കണികളാൽ നിർമ്മിതമാണ്. എല്ലാ വാതകങ്ങളും എന്തു ആയിക്കോട്ടെ, എല്ലാ വാതകങ്ങളും അതിസൂക്ഷ്മ കണികകളാൽ നിർമ്മിതമാണ്. തന്മാത്രയാകാം, ആറ്റമാകാം. ആ കണികകൾ എന്ന് ഉദ്ദേശിക്കുന്നത് തന്മാത്രയാകാം, ആറ്റമാകാം. എല്ലാ വാതകങ്ങളും സൂക്ഷ്മങ്ങളായ കണികളാൽ നിർമ്മിതമാണ്. അല്ലെ? അത് ആറ്റമാകാം, തന്മാത്രയാകാം. തന്മാത്രകൾ തമ്മിൽ അകലം വളരെ കൂടുതലായ ഞാൻ പറഞ്ഞ തന്മാത്ര നമ്മൾ അകലം എന്താണ്? വളരെ കൂടുതലാണ്. ആകർഷണബലം എന്താണ്? കുറവാണ്. അല്ലേ? അപ്പൊ എന്താ? തന്മാത്ര തമ്മിൽ അകലം വളരെ കൂടുതലായതിനാൽ വാതകത്തിന്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ വാതക തന്മാത്രയുടെ ആകെ വ്യാപ്തം വളരെ നിസ്സാരമാണ്. ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം വാതക തന്മാത്ര ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ ഇങ്ങനെ നിൽക്കുക. ഒരു ബീക്കറിൽ ഞാൻ കുറച്ച് വാതകം എടുത്തു. അത് എന്തു ആയിക്കോട്ടെ, ഹൈഡ്രജനോ നൈട്രജനോ എന്തു ആയിക്കോട്ടെ, തന്മാത്രകൾ വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അകലം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലമാണ് വ്യാപ്തം. എൻ്റെ വ്യാപ്തം ഞാൻ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലം. ഈ ഫോണിന്റെ വ്യാപ്തം ഈ ഫോൺ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലം. മനസ്സിലായോ? നോക്കിയ മക്കളെ, ഈ വാതകത്തിന്റെ ആകെ വ്യാപ്തം നമുക്കറിയാം. ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ വ്യാപ്തമായിരിക്കും. ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് ആ വാതകം സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ വ്യാപ്തമായിരിക്കും. വോളിയം ഓഫ് ഗ്യാസ് വിൽ ബി ദ വോളിയം ഓഫ് സിലിണ്ടർ ആണ്. അല്ലേ? മനസ്സിലായോ? ഇങ്ങോട്ട് ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. നമുക്കറിയാം മക്കളെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് ആ വാതകം സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ വ്യാപ്തമായിരിക്കും. 5 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് 10 ലിറ്റർ ഉൾക്കൊള്ളുന്ന ഒരു സിലിണ്ടറിലേക്ക് ഞാൻ മാറ്റി. 5 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് 10 ലിറ്റർ ഉൾക്കൊള്ളുന്ന ഒരു സിലിണ്ടറിലേക്ക് മാറ്റിയാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പുതിയ വ്യാപ്തം എത്രയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ ഇരിക്കുന്നു? അതിന്റെ വ്യാപ്തമായിരിക്കും. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇരിക്കുന്നത് 10 ലിറ്റർ സിലിണ്ടറിലാണ്. പുതിയ വ്യാപ്തം 10 ലിറ്റർ. 5 ലിറ്റർ നൈട്രജൻ 100 ലിറ്റർ സിലിണ്ടറിലേക്ക് മാറ്റി. നൈട്രജന്റെ വ്യാപ്തം 100 ലിറ്റർ ആയിരിക്കും. 10,000 ലിറ്റർ ഓക്സിജൻ 1,00,000 ലിറ്റർ സിലിണ്ടറിലേക്ക് മാറ്റിയാൽ പുതിയ വ്യാപ്തം 1,00,000 ആയിരിക്കും. കാരണം വാതക തന്മാത്രകൾക്ക് വ്യാപിക്കാനുള്ള കഴിവുണ്ട്, ഡിഫ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അല്ലേ? ഡിഫ്യൂഷൻ ഏറ്റവും കൂടുതൽ വാതകത്തിന് ഡിഫ്യൂഷൻ കൂടുതലാണ്. ഡിഫ്യൂഷൻ മീൻസ് വ്യാപിക്കാനുള്ള കഴിവ് കൂടുതൽ വാതകങ്ങൾക്കാണ്. അല്ലേ? ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ വീട്ടിൽ ബിരിയാണി വെക്കത്തില്ലേ? ബിരിയാണി വെക്കുമ്പോൾ നല്ല മണമായിരിക്കും. കാരണം ഇവിടെ വാതകം വ്യാപിക്കാനുള്ള കഴിവുണ്ട്. ചന്ദനത്തിന് കത്തിച്ചു വെക്കുമ്പോൾ അതിൻ്റെ മണം എല്ലായിടത്തും വരും. വ്യാപനമാണ്, ഡിഫ്യൂഷനാണ്. മനസ്സിലായോ? മാങ്ങ പഴുക്കുമ്പോൾ നല്ല മണം, അയ്യോ അടിപൊളി മണം അല്ലേ? മീൻ പൊരിക്കുമ്പോൾ നല്ല മണം. ഇതൊക്കെ എന്താ? ഡിഫ്യൂഷനാണ്. ഡിഫ്യൂഷൻ ഏറ്റവും കൂടുതൽ വാതകങ്ങൾക്കാണ്. ഗ്യാസിനാണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞാൽ ദ്രാവകമാണ്. അത് കഴിഞ്ഞാൽ ഖരമാണ്, സോൾട്ട് ആണ്. കാരണം വാതകത്തിന് ഡിഫ്യൂഷൻ കൂടുതലായത് കൊണ്ടാണ് സിലിണ്ടറിലോട്ട് നിറയ്ക്കുമ്പോൾ എല്ലായിടത്തും വ്യാപിക്കും. അങ്ങനെ വാതകങ്ങൾ അകലത്തെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് വാതകത്തിന്റെ ആകെ വ്യാപ്തം എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന ഈ ഫ്രീ സ്പേസിന്റെ വ്യാപ്തവും കൂട്ടത്തില്ലേ? ഓക്കെ, ഈ ഫ്രീ സ്പേസിന്റെ വ്യാപ്തം കൂട്ടത്തില്ലേ? ഓടെ
ഓക്കെ. അപ്പം വാതകത്തിന് ആകെ വ്യാപ്തവുമായി വ്യാപ്തം കണക്കാക്കുമ്പോൾ നമ്മുടെ ഈ ഓരോ തന്മാത്രകളുടെ വ്യാപ്തവും എന്താണ്? നിസ്സാരമാണ്, ചെറുതാണ്. കാരണം ഈ വ്യാപ്തി, ഈ ഫ്രീ സ്പേസിന്റെ വ്യാപ്തവും കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഉൾപ്പെടും. അതാണ് ഈ പറഞ്ഞ പോയിന്റ്. നോക്കിയേ, വാതക തന്മാത്ര തമ്മിൽ ആകർഷണ ബലം വളരെ കുറവാണ്. നമ്മൾ ചെയ്യാം, തന്മാത്ര തമ്മിൽ അകലം വളരെ കൂടുതലായതിനാൽ വാതകത്തിന്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ വാതക തന്മാത്രകളുടെ ആകെ വ്യാപ്തം വളരെ നിസ്സാരമാണ്. ഇനി വാതക തന്മാത്രകളിൽ അകലം കുറച്ചു കൊണ്ടുവന്ന് വ്യാപ്തം കുറയ്ക്കാൻ കഴിയും, ഇല്ലേ? കാരണം നമ്മൾ മർദ്ദം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വാതക തന്മാത്രകൾ നമ്മൾ അകലം എന്ത് ചെയ്യും? കുറയുമ്പോൾ വ്യാപ്തം എന്ത് ചെയ്യും? കുറയും, അല്ലേ? ഇപ്പൊ ഇത്രയും വലിയ സിലിണ്ടറിൻ്റെ അകത്ത് ഒരു ഗ്യാസ് ഇരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ മർദ്ദം കൂട്ടുമ്പോൾ വാതക തന്മാത്ര അടുത്ത് വരുന്നു. കണ്ടോ? തന്മാത്ര അകലം കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വ്യാപ്തം കുറഞ്ഞു. സെറ്റല്ലേ? വ്യാപ്തം എന്ന് വെച്ചാൽ ഒരു വസ്തു സ്ഥിതിയാൻ ആവശ്യമായ സ്ഥലം. ഈ സിലിണ്ടറിൽ തന്നെ ഞാൻ മർദ്ദം ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ തന്മാത്ര എല്ലാം ഇത് ഇങ്ങോട്ട് അടുക്കും, ഇങ്ങനെ അടുക്കും. അപ്പൊ തന്മാത്ര നമ്മൾ അകലം എന്ത് ചെയ്തു? കുറഞ്ഞപ്പോൾ ഈ പിസ്റ്റൺ വെച്ചേക്കുക, തന്മാത്ര അകലം കുറഞ്ഞപ്പോൾ വ്യാപ്തം കുറഞ്ഞു. ക്ലിയർ? ഇനി ഇത്രയും കാര്യം മനസ്സിലായാലോ? കുറയ്ക്കാൻ കഴിയും. ഞാൻ പറഞ്ഞ വാതക തന്മാത്ര എല്ലാ ദിശയിലും നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ എനി ഡയറക്ഷൻ, എങ്ങോട്ടും വാതക തന്മാത്ര നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നതേ. ഈ ചലനത്തിന്റെ ഫലമായി തന്മാത്രകൾ തമ്മിലും അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ഭിത്തികൾ തമ്മിലും കൂട്ടിമുട്ടലുകൾ സംഭവിക്കുന്നു. തന്മാത്ര പാത്രത്തിൽ ഭിത്തിയിൽ ഇടിച്ചുണ്ടാവുന്ന ബലമാണ് വാതകമർദ്ദത്തിന് കാരണം. ഞാൻ പറഞ്ഞതാണ്, വാതക തന്മാത്രകൾ ഇങ്ങനെ ക്രമരഹിതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സഞ്ചരിക്കുന്നു. അങ്ങനെ പരസ്പരം സഞ്ചരിച്ചിട്ട് പരസ്പരം എന്ത് ചെയ്യുന്നു? കൂട്ടിയിടിക്കുന്നു. തന്മാത്ര പരസ്പരം കൂട്ടിയിടിച്ചിട്ട് വാതകം സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ ഭിത്തിയിൽ വന്നിരിക്കുന്നു. മനസ്സിലായി? അവിടെ അനുഭവപ്പെടുന്ന ആ മർദ്ദമാണ് വാതകമർദ്ദം എന്ന് പറയും. ഓക്കെ അല്ലേ? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഒരു ഉത്സവപ്പറമ്പ്, ഇപ്പൊ തൃശ്ശൂർ പൂരം നടക്കുന്ന അവിടുത്തെ ഒരാനയ്ക്ക് മദം പൊട്ടുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? നമ്മൾ അവിടെയുള്ള ജനങ്ങൾ മൊത്തം വാതക തന്മാത്രയാന്ന് വിചാരിക്കുക. അങ്ങനെ ആനയ്ക്ക് മദം പൊട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്രമരഹിതമായിട്ട് എങ്ങോട്ടെങ്കിലും ഓടും. എന്നിട്ട് പരസ്പരം കൂട്ടിയിടിക്കും, മണ്ണിൽ വന്ന് വീഴത്തില്ലേ? അപ്പൊ അവിടെ അനുഭവപ്പെടുന്ന മർദ്ദമില്ലേ? അതാണ് വാതകമർദ്ദം എന്ന് പറയുന്നത്. അതാണ് ഈ പറഞ്ഞ പോലെ മക്കളെ, വാതക തന്മാത്രകൾ എല്ലാ ദിശയിലും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു, ഇല്ലേ? കൊണ്ട് ഈ ചലനത്തിന്റെ ഫലമായി തന്മാത്രകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്മാത്രകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നു, അങ്ങനെ ഭിത്തി വന്നിരിക്കുന്നു. അവിടെ അനുഭവപ്പെടുന്ന ആ മർദ്ദമാണ് വാതക മർദ്ദം എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ അല്ലേ? ഇനി ഓക്കെ, വാതക തന്മാത്രകളുടെ കൂട്ടിയിടി ഇലാസ്തികതമാണ്. വാതക തന്മാത്രകൾ കൂട്ടിയിടി എന്നാണ് പൂർണ്ണമായും ഇലാസ്തികതമായതുകൊണ്ട് ഇങ്ങനെ കൂട്ടിയിടിച്ചാൽ ഒരിക്കലും ഊർജ നഷ്ടം സംഭവിക്കുന്നില്ല എന്ന് വെച്ചാൽ വാതക തന്മാത്രകൾ കൂട്ടിയിടി ഇലാസ്തികതമാണ്. അതായത് കൂട്ടിമുട്ടലുകൾക്ക് മുമ്പും ശേഷവും തന്മാത്രയുടെ ആകെ ഗതികോർജം തുല്യമായിരിക്കും. ഊർജമാറ്റം സംഭവിക്കത്തില്ല. അപ്പോൾ ഉദാഹരണം, കൂട്ടിമുട്ടലിന് മുമ്പ് 10 കിലോ ജൂളാണ് തന്മാത്ര ഊർജമെങ്കിൽ കൂട്ടിയിടി കഴിഞ്ഞാലും 10 കിലോ ജൂൾ തന്നെ ആയിരിക്കും. കാരണം കൂട്ടിയിടിച്ചെന്ന് പറഞ്ഞ ഊർജം ഗതികോർജത്തിൽ എന്താണ്? മാറ്റം സംഭവിക്കത്തില്ല, ഊർജ നഷ്ടം സംഭവിക്കത്തില്ല. അതാണ് വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ ഇലാസ്തികതമാണ്. അതായത് കൂട്ടിമുട്ടലുകൾക്ക് മുമ്പും ശേഷവും തന്മാത്രയുടെ ആകെ ഗതികോർജം എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നാണ് പറയുക. ഇനി ഒരു വാതകത്തിലെ തന്മാത്രയുടെ ശരാശരി ഗതികോർജം അതിന്റെ താപനിലയ്ക്ക് നേരനുപാതമായിരിക്കും. താപനില കൂടിയാൽ തന്മാത്രയുടെ ഗതികോർജം എന്ത് ചെയ്യും? കൂടും. ഞാൻ താപനില കൂട്ടുക. അപ്പോൾ ഉദാഹരണം, ഈ ബീക്കറിൽ കുറച്ച് ഇത് ഗ്യാസ് ഇരിക്കുവാന്ന് വെച്ചു. ഈ ബീക്കറിന്റെ അടിവശത്ത് ഞാൻ തീ കൊടുക്കുമ്പോൾ ഇവന്മാരെല്ലാം ഗതികോർജം എന്ത് ചെയ്യും? കൂടും. കാരണം ചൂട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവന്മാരെല്ലാം ചലനം എന്ത് ചെയ്യും? കൂടും. അപ്പൊ എന്താണ്? അതാണ് ഈ പറഞ്ഞ പോയിന്റ്. എന്താണ്? ഒരു വാതകത്തിലെ തന്മാത്രയുടെ ശരാശരി ഗതികോർജം അതിന്റെ താപനിലയ്ക്ക് എന്തായിരിക്കും? നേരനുപാതമായിരിക്കും. താപനില കൂടുമ്പോൾ ഗതികോർജം എന്ത് ചെയ്യുന്നു? കൂടുന്നു. സെറ്റല്ലേ? ഇത്രയും പോയിന്റ് പഠിച്ചോണം. ഒരു പോയിന്റും കൂടെ ഓർത്തോണം. വാതകങ്ങൾക്ക് എൻട്രോപ്പി കൂടുതലാണ്.
വാതകങ്ങൾക്ക് എന്ത് കൂടുതലാ? എൻട്രോപ്പി കൂടുതലാ. എന്ത് എൻട്രോപ്പി എന്ന് വെച്ചാൽ ക്രമരഹിത ക്രമീകരണം, ഡിസോർഡർ. ഞാൻ ഖരം, ദ്രാവകം, വാതകം, ഏതിനാ ഡിസോർഡർ കൂടുതൽ? വാതകത്തിനാണ് ഡിസോർഡർ കൂടുതൽ. അപ്പൊ എൻട്രോപ്പി കൂടുതൽ. എൻട്രോപ്പി എന്ന് വെച്ചാൽ ക്രമരഹിതം, ഡിസോർഡർ. ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഇതാണ് മക്കളെ ഖരം, ഇത് ദ്രാവകം, ഇത് വാതകം. നിങ്ങൾ തന്നെ പറ, ഡിസോർഡർ. ഇത് കൃത്യമായി ഖരമാണെങ്കിൽ കൃത്യ ഓർഡറില്ല, കണ്ട, മനസ്സിലായി. എന്നാൽ വാതകം തോന്നിയ ഓർഡറില്ല. ഡിസോർഡർ കൂടുതൽ വാതകത്തിനാ. അതുകൊണ്ട് തന്നെ എൻട്രോപ്പിയെ സൂചിപ്പിക്കുന്ന അക്ഷരം എന്താണ്? എസ് ആണ്. എൻട്രോപ്പി ഏറ്റവും കൂടുതൽ ഏതിനാ? ഗ്യാസിനാണ്. അത് കഴിഞ്ഞാൽ ലിക്വിഡിനാണ്. അത് കഴിഞ്ഞാൽ സോളിഡാണ്. ഓക്കെ, നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം കൂട്ടുകാരിലൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുതും. നമുക്ക് ഇതിൻ്റെ ബാക്കി പോയിന്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. ഇതെല്ലാം SCERTയിലെ പോയിന്റാണ്. പഠിച്ചോണം. ഒരു വാതകത്തിൻ്റെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജം അതിൻ്റെ താപനിലയ്ക്ക് നേരനുപാതമായിരിക്കും. താപനില കൂടിയാൽ ഗതികോർജ്ജം കൂടുന്നു. ഓക്കെ, ബൈ. ഓക്കെ.